സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹാഡ് എന്നതിൻ്റെ മീനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ ഇന്നലെ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെ പറയും? ഹീ ഹാഡ് റിട്ടൺ എ നോവൽ യെസ്റ്റർഡേ. അവൻ ഹാഡ് ഉണ്ടായിരുന്നു, റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടായിരുന്നു. റിട്ടൺ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റിൻ്റെ V3 ഫോമായ റിട്ടൺ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ് അവിടെ വരിക. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഇന്നലെ അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെ പറയും? ഹി ഹാഡ് ഡൺ ഹോംവർക്ക് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഹാഡ് ഉണ്ടായിരുന്നു. ഡൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ V3 ഫോമാണ്, വേർബിൻ്റെ V3 ഫോമാണ്. ഡു, ഡിഡ്, ഡൺ ആണ്. അവൾ ഇന്നലെ നല്ല മനോഹരമായ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എങ്ങനെ പറയും? ഷീ ഹാഡ് വോൺ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അറ്റ് ദ വെഡിങ് പാർട്ടി. അവൾ ഇന്നലെ കല്യാണത്തിന് നല്ല മനോഹരമായ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഹാഡ് ഉണ്ടായിരുന്നു, വോൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക, ധരിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് വോൺ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അറ്റ് ദ വെഡിങ് പാർട്ടി. വോണ് സെയിം ആണ്. വെയർ ആണ് V1, V2 വോൺ ആണ് V3. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതിലൊരു മാറ്റമില്ല. സബ്ജക്റ്റീവ് പ്ലസ് ഹാഡ് പ്ലസ് V3. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ, അവർ ഇന്നലെ എവിടെ പോയിട്ടുണ്ടായിരുന്നു? വേർ ഹാഡ് ഹി ഗോൺ യെസ്റ്റർഡേ. അവൻ ഇന്നലെ എവിടെ പോയിട്ടുണ്ടായിരുന്നു? വേർ ഹാഡ് ഹി ഗോൺ യെസ്റ്റർഡേ. അവൾ ഇന്നലെ എന്ത് ധരിച്ചിട്ടുണ്ടായിരുന്നു? ഷീ ഹാഡ് വോൺ യെസ്റ്റർഡേ. അവൾ ഇന്നലെ എന്ത് ധരിച്ചിട്ടുണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ ഹാഡ് ഉപയോഗിച്ചിട്ട് പോസിറ്റീവായിട്ട് സെൻറ്റൻസ് എങ്ങനെ പറയുമെന്നും ക്വസ്റ്റ്യന് എങ്ങനെ ഉണ്ടാക്കുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.